നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഗായത്രി സുധാകരൻ. ചാറ്റ് ജിപിടിയുടെ ഉപയോഗം എന്താണെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചാറ്റ് ജിപിടി ഒരുപാട് ആശ്രയിക്കാറുണ്ട് അല്ലെ? പ്രത്യേകിച്ച് യുവാക്കളാണെങ്കിലും സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ചാറ്റ് ജിപിടി പല യുവാക്കളും അല്ലെങ്കിൽ പല സ്റ്റുഡൻസും അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് പോലും ചാറ്റ് ജിപിടിയെ ആശ്രയിക്കുന്നുണ്ടെന്നും അതുവഴി അവരുടെ ഇമോഷണൽ ഇന്റലിജൻസിനെയും ലോജിക്കൽ ആൻഡ് റീസണിംഗ് പവറിനെയും ഒക്കെ സാരമായിട്ടുള്ള തകരാറുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും പല പഠനങ്ങളും തെളിയിക്കുന്നു. പക്ഷെ അതിലേറെ ഭീതിജനകമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രൈവസി ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് ഓപ്പൺ എ സിഇഒ സാം ഓൾട്ട്മാൻ വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അത് എത്രമാത്രം, അതായത് ചാറ്റ് ജിപിടിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എത്രമാത്രം സ്വകാര്യത ഉറപ്പുവരുത്തും, ആ സ്വകാര്യതയെ സംരക്ഷിക്കും എന്ന് പറയാൻ പറ്റത്തില്ലെന്നും നിയമപരമായിട്ട് അതിന്റെ ചട്ടങ്ങളൊന്നും ആയിട്ടില്ലെന്നും അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഇൻപുട്സ് ചാറ്റ് ജിപിടിയിലേക്ക് കൊടുക്കാൻ, ഇൻഫർമേഷൻസ് ചാറ്റ് ജിപിടിയിലേക്ക് കൊടുക്കാൻ എന്നാണ് സാം ഓൾട്ട്മാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ അതൊരു തേർഡ് പാർട്ടി എക്സ്പോഷറിന്റെ റിസ്കിലാണെന്നുള്ളൊരു കാര്യം, ഇന്റൻഷണൽ ആണെങ്കിലും ആക്സിഡന്റൽ ആണെങ്കിലും അങ്ങനെ ഒരു തേർഡ് പാർട്ടി എക്സ്പോഷർ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് കരുതി വേണം നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ കോൺഫിഡൻഷ്യലായി വെക്കേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ചാറ്റ് ജിപിടിയിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു വേണം ഷെയർ ചെയ്യാൻ. ചാറ്റ് ജിപിടി എന്ന് പറയുന്നത് നമ്മുടെ തെറാപ്പിസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ വക്കീലോ ഒന്നുമല്ല സ്വകാര്യ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട്. സോ എപ്പോഴും അതിലേക്ക് പാസ് ചെയ്യുന്ന ഇൻഫർമേഷനെ പറ്റിയിട്ട് നമ്മൾ ബോധവാന്മാരായിരിക്കണം. കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.